അദ്ദേഹത്തിന്റെ വെല്ലുവിളിയാണ്. അദ്ദേഹം വെല്ലുവിളിക്കുന്നത് എന്താണെന്നറിയോ? അദ്ദേഹം വിദേശത്ത് വെച്ച് പ്രസംഗിച്ച പ്രസംഗത്തിൽ ഞാൻ പ്രസംഗത്തിന്റെ ഒരു ഭാഗം കട്ടുകളഞ്ഞു എന്ന് അയാൾ പറയും. ഞാൻ കട്ടതല്ല, അതിവിടെ കാണിക്കേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് കാണിച്ചിട്ടില്ല, എനിക്കത് കക്കേണ്ട യാതൊരു ആവശ്യമില്ല. അയാൾ പറയുന്നത് ഞാൻ പെണ്ണുങ്ങൾ ഇസ്ലാമിക വേഷം ധരിക്കണമെന്നാ പറഞ്ഞത്, ആണുങ്ങളെ പറ്റിയല്ല. എന്നാ പുരുഷന്മാരും നബി പഠിപ്പിച്ചതുപോലെ ചെയ്തു, സ്ത്രീകളും ചെയ്തു എന്ന് പറഞ്ഞാണ് അയാൾ തുടങ്ങുന്നത്. അപ്പൊ പെണ്ണുങ്ങളെ കാര്യം ഞാൻ പറയാതിരുന്നത് ഞാൻ നേരത്തെ നിങ്ങളോട് സൂചിപ്പിച്ചിട്ടുണ്ട്. പെണ്ണുങ്ങൾ മുഖവും മുങ്കയും ഒഴിച്ചു മറക്കണം എന്ന് പറയുന്ന മുജാഹിദിന്റെ ആശയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ക്ലാസ് എടുത്തു. അങ്ങനെ സ്ത്രീകൾ ആ നിലക്ക് മറച്ചു എന്നാണ് അദ്ദേഹം ദുബായിൽ വെച്ച് പറഞ്ഞത്. അങ്ങനെ ഒരു ഹദീസ് ഉണ്ടെങ്കിൽ മൗലവിയാണ് കൊണ്ടുവന്ന് കാണിക്കേണ്ടത്. മുങ്കയും മുഖവും ഒഴിച്ചു മറക്കണം സ്ത്രീകൾ എന്ന് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞ ഒരു ഹദീസ് ഉണ്ടെങ്കിൽ അതാണ് ഞങ്ങൾക്ക് കാണേണ്ടത്. മൗലവി വെറുതെ സാധാരണ ആൾക്കാർ പറയും പോലെ അകത്തെടുക്കുന്ന മെഴു കൊണ്ടുവന്ന് കാലുമ്പലിട്ടു എന്ന് പറഞ്ഞ പോലെ ഈ ഒരു ചോദ്യവും കൂടി എന്നോട് ചോദിപ്പിക്കാനാണ് മൗലവി വെല്ലുവിളി നടത്തിയത്. ആ വെല്ലുവിളി നിങ്ങൾ കേട്ടോളൂ, എന്നിട്ട് ഞാൻ ഇൻഷാ അല്ലാഹ് തീർത്തും നിങ്ങൾക്ക് കേൾപ്പിച്ചും തരാം. വെക്ക്. കേൾക്കുന്നില്ലേ സഹോദരന്മാരെ? നിങ്ങൾ കേൾക്കുന്നില്ലേ? മുൻകൈ അതെന്തിനാ ഇയാൾ കട്ടത്? മുൻ കേൾക്കുന്നുണ്ട്. മുറിച്ചതല്ലേ ഇയാൾ, കട്ടതല്ലേ ഇയാൾ മുഴുവനും? എന്തിനാ അങ്ങനെ കക്കുന്നത്? ഇയാൾക്ക് ആ പ്രസംഗം മുഴുവൻ ഇവിടെ കേൾപ്പിക്കാൻ ധൈര്യമുണ്ടോ? മുറിച്ചതല്ലേ ഇയാൾ, കട്ടതല്ലേ ഇയാൾ എന്നാ ചോദിക്കുന്നു. എന്തവിടെന്ന് പറഞ്ഞാലും പുരുഷന്മാരും അത് സ്വീകരിച്ചു, സഹാബാ കിറാമിന്റെ ഭാര്യമാരും അത് അംഗീകരിച്ചു. എന്തവിടെന്ന് പറഞ്ഞാലും പുരുഷന്മാരും അത് സ്വീകരിച്ചു, സഹാബാ കിറാമിന്റെ ഭാര്യമാരും അത് അംഗീകരിച്ചു. വസ്ത്രം മുഴുവൻ കൃത്യമായി ഇസ്ലാമിന്റെ വേഷം ധരിക്കണം. മുൻകൈയും മുഖവുമൊഴികെ, മുൻകൈയും മുഖവുമൊഴികെ, മുൻകൈയും മുഖവുമൊഴികെ എല്ലാ ഭാഗങ്ങളും മറച്ചുകൊണ്ടേ പെണ്ണ് പുറത്തേക്ക് ഇറങ്ങാവൂ എന്ന ഇസ്ലാമിന്റെ വേഷത്തെ സംബന്ധിച്ച് നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി ഒരൊറ്റ തവണയെന്ന് ക്ലാസ് കൊടുത്തപ്പോഴേക്ക് മജ്ലിസിൽ ക്ലാസ് കേൾക്കാൻ വന്ന സർവ്വ സഹാബാ പെണ്ണുങ്ങളും ഇസ്ലാമിന്റെ വേഷം ധരിച്ചുകൊണ്ടാണ് അവരുടെ വീടുകളിലേക്ക് മടങ്ങിപ്പോയതെന്ന് ചരിത്രത്തിൽ കാണാം. കണ്ടോ? റസൂലുള്ളാഹിന്റെ സദസ്സ് ക്ലാസ് കേൾക്കാൻ വന്നവരോട് നബി പറഞ്ഞു മുങ്കയും മുഖവും ഒഴിച്ച് മറക്കണം എന്ന് പറഞ്ഞു. അപ്പൊ എല്ലാവരും എന്ത് ചെയ്തു? മുങ്കയും മുഖവും അങ്ങോട്ട് ഒഴിവാക്കി കളഞ്ഞു. എന്നിട്ട് ഇസ്ലാമിന്റെ വേഷം ആക്കിയിട്ട് പോയി വന്ന ആളുകൾ. ഇങ്ങനെ മുങ്കയും മുഖവും ഒഴിച്ച് മറക്കണം എന്ന് നബി പറയുകയും എന്നിട്ട് ആ ക്ലാസ്സിൽ സ്ത്രീകൾ മുങ്കയും മുഖവും ഒഴിച്ചു മറച്ച് മടക്കി പോവുകയും ചെയ്ത സംഭവം അത് ഏത് ഹദീസിന്റെ ഗ്രന്ഥത്തിലാണ് ഉള്ളത്? അത് മൗലവി വായിച്ച് ഇതുപോലെ CD-യിൽ അല്ല നിങ്ങളുടെ സ്ക്രീനിൽ വെച്ച് കാണിച്ചു തരണം എന്ന് ഞാൻ ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. ഇത് ഞാൻ പറഞ്ഞിട്ട് 2 ദിവസം വന്ന് പാട്ടും പാടി പോയതല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ മൗലവി കള്ളം പറഞ്ഞു എന്ന് ഞാൻ അദ്ദേഹത്തിന്റെ പ്രസംഗം ക്ലിപ്പിട്ട് കാണിച്ചിട്ടല്ലേ എന്ന് പറഞ്ഞത്. എന്നിട്ടൊരക്ഷരം അതിനെപ്പറ്റി മിണ്ടാതെ ഒഴിഞ്ഞു മാറിയില്ലേ മൗലവി?